തൃശൂർ ജില്ലയിലെ ചാലക്കുടി മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രം അതിവിശിഷ്ടമായ നവചണ്ഡികാ ഹോമത്തിന് വേദിയാകുന്നു. മാതൃഭാവത്തിലും ഉഗ്രരൂപിണിയായും ഭഗവതി കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ ഓഗസ്റ്റ് 30, 31, സെപ്റ്റംബർ 1 തീയതികളിലാണ് ഹോമം നടക്കുന്നത്. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ അർച്ചകനായ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടാണ് ഈ ഹോമത്തിന്റെ ആചാര്യൻ. എല്ലാ സംരംഭങ്ങളിലും മൊത്തത്തിലുള്ള വിജയം നേടുന്നതിനും ഒരാളുടെ ജീവിതത്തിൽ എല്ലാത്തര ദോഷങ്ങളും പ്രതിബന്ധങ്ങളും നീക്കം ചെയ്യുന്നതിനും ഏറ്റവും ശക്തമായ മാർഗമായിട്ടാണ് നവചണ്ഡികാ ഹോമത്തെ കണക്കാക്കുന്നത്. ഹോമത്തിന്റെ ഭാഗമാവുക വഴി ശത്രുദോഷങ്ങൾ, തടസ്സങ്ങൾ, നെഗറ്റീവ് എനർജി എന്നിവയിൽ നിന്ന് മുക്തരായി ഐശ്വര്യവും ആരോഗ്യവും കൈവരുമെന്നാണ് വിശ്വാസം. ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം 30, 31, സെപ്റ്റംബർ 1 തീയതികളിൽ നടക്കുന്ന മഹത്തായ ഒരു ശാക്തേയ യാഗമാണ് നവചണ്ഡികാ ഹോമം. ഈ കാലഘട്ടത്തിൽ നവചണ്ഡികാ ഹോമത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, കാലഘട്ടം എന്ന് പറഞ്ഞാൽ കെട്ടകാലമാണ്. ഈ കെട്ടകാലത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ശാക്തേയ ദേവതയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവുക ഈ ദേശത്തിനും ദേശവാസികൾക്കും വിശേഷിച്ച് ക്ഷേത്രങ്ങൾക്കും ഉയർച്ചയും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നടത്തുന്ന മഹത്തായ യാഗമാണ് നവചണ്ഡികാ ഹോമം. ദേവീ മാഹാത്മ്യത്തിലെ സപ്തശതിയിലെ 13 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളെ കൊണ്ട് സമ്പന്നമായ, അത് വെറും ശ്ലോകങ്ങളല്ല, ഏറ്റവും ശക്തിയേറിയ ശാക്തേയ മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങളെ കൊണ്ടാണ് അഗ്നിയിൽ ഹൂതി നടത്തുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ചണ്ഡികാ ഹോമത്തിന് ആചാര്യസ്ഥാനം വഹിക്കുന്നത് അതിന് പരിപൂർണ യോഗ്യനായിട്ടുള്ള മൂകാംബികയിലെ അർച്ചകൻ ഡോക്ടർ കാളിദാസ് ഭട്ടാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ചണ്ഡികാ ഹോമം നടക്കപ്പെടുന്നത്. നമ്മുടെ ക്ഷേത്രത്തിന്റെ ആരാധ്യനായ തന്ത്രി ബ്രഹ്മശ്രീ രാകേഷ് തന്ത്രികളുടെ സാന്നിധ്യവും ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ദേശത്തിന്റെ എല്ലാവിധ ഉയർച്ചകൾക്കും നമ്മളൊക്കെ അനുഭവിക്കുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ എല്ലാ തടസ്സങ്ങൾക്കും മാറുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടാണ് നവചണ്ഡികാ ഹോമം. ഈ നവചണ്ഡികാ ഹോമത്തിൽ വിശേഷമായിട്ട് നടക്കുന്നത് കുങ്കുമാർച്ചനയാണ്. അഷ്ടൈശ്വര്യത്തിന് വേണ്ടിയിട്ടും മംഗല്യ തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടും ആണ് വിശേഷമായിട്ട് കുങ്കുമാർച്ചന ഈ പൂജാവേളയിൽ നടത്തുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കപ്പെടുന്ന ഈ നവചണ്ഡികാ ഹോമത്തിൽ ചണ്ഡികാ ഹോമം വിശേഷമായിട്ട് വഴിപാടുകൾ നടത്താവുന്നതാണ്. ശാക്തേയ ദേവതയുടെ, ദുർഗാദേവതയുടെയും ഭദ്രയുടെയൊക്കെ അനുഗ്രഹം ഭദ്രമായ കാലത്തെ തരുന്നവൾ എന്നാണ് ഭദ്രകാളി വിശേഷിപ്പിക്കുന്നത്. ദുർഗതി മാറ്റുന്നതിന് ദുർഗാ ഭഗവതിയുടെ പ്രീതി ഉണ്ടാവണം എന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആ ദേവതകളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവുന്നതിന് വേണ്ടി ചണ്ഡികാ ഹോമം വഴിപാടായി നടത്താവുന്നതാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാന ദുരിതം എന്ന് പറയുന്നത് മാനസിക വ്യഥയാണ്. ഈ മാനസികമായ ദുരിതങ്ങൾ മാറുവാൻ അവിടെ ശാക്തേയ സംരക്ഷണം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന വിശേഷമായിട്ടുള്ള വഴിപാടുകളാണ് ഈ ചണ്ഡികാ ഹോമത്തിൽ അർച്ചനകളായി നടക്കുന്നത്. അതിൽ വിശേഷമായിട്ടുള്ളത് ദേവീ മാഹാത്മ്യത്തിലെ ദേവീ കവചമന്ത്രമാണ്. കവചമന്ത്രം എന്ന് പറയുന്ന ദേവിയുടെ സംരക്ഷണം, ദേവീ കവചം ഉണ്ടാകുക, ദേവിയുടെ സംരക്ഷണം ഉണ്ടാകുക എന്നതാണ്. അത്രക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ആ വഴിപാടാണ് ചണ്ഡികാ ഹോമം. അതിൽ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്താവുന്നതാണ്. തീർച്ചയായിട്ടും തുടർന്ന് ഒരുപാട് വഴിപാടുകൾ ആ സന്ദർഭത്തിൽ ഭക്തജനങ്ങൾക്ക് നടത്താവുന്നതാണ്. പിന്നീട് വിശേഷമായിട്ട് നടത്തുന്ന ഒരു പൂജയാണ് കുമാരി പൂജ. ഈ സന്താനങ്ങളുടെ ബാല അരിഷ്ടതകൾ മാറുന്നതിന് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസ ഉയർച്ചയ്ക്കും മാനസിക ഉയർച്ചയ്ക്കും വേണ്ടി നടത്തപ്പെടുന്ന വിശേഷമായിട്ടുള്ള ഒരു പൂജയാണ് കുമാരി പൂജ. പിന്നീടുള്ളത് സുമംഗലി പൂജയാണ്. സുമംഗലി പൂജ എന്ന് പറയുന്നത് മംഗല്യ തടസ്സ നിവാരണത്തിന് വേണ്ടിയിട്ടും സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് സുമംഗലി പൂജ. പിന്നീട് ഭക്തജനങ്ങൾക്ക് ഈ പൂജാവേളയിൽ ദ്രവ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്.
അതിലേറ്റവും പ്രധാനം, ദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനം നെയ്യാണ്. അപ്പൊ ഈ പൂജയിൽ ഉടനീളം വേണ്ടതും നെയ്യാണ്. അപ്പൊ നെയ്യ് സമർപ്പിക്കാവുന്നതാണ്. മാനസികമായിട്ടുള്ള എല്ലാ ഉയർച്ചകൾക്കും ഈ ദ്രവ്യ സമർപ്പണം കൊണ്ട് ഫലമുണ്ടാകും എന്നതിൽ സംശയമില്ല. ഈ ഹോമത്തിൽ ദുർഗാദേവിയെ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയായാണ് ആരാധിക്കുന്നത്. അതിനാൽ ഈ പൂജയിലും ഹോമത്തിലും ഒരേ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ആരാധിക്കുന്നു. ദേവി ദുർഗയുടെ മറ്റെല്ലാ അവതാരങ്ങളും ചണ്ഡികാ ഹോമ സമയത്ത് ആരാധിക്കപ്പെടുന്നു. ഇത് എല്ലാത്തരം തടസ്സങ്ങളും നീക്കം ചെയ്യുന്നതിനും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കി ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതിനും അസാധാരണമായി പ്രയോജനം ചെയ്യുമെന്നുമാണ് വിശ്വാസം. കർമ്മ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും കുടുംബാഭിവൃദ്ധിക്കും മംഗല്യ തടസ്സം മാറുന്നതിനുമായി കുങ്കുമാർച്ചന വഴിപാടായി ഭക്തർക്ക് നടത്താവുന്നതാണ്. കൂടാതെ ചണ്ഡികാ ഹോമവും ഭക്തർക്ക് വഴിപാടായി നടത്താം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിശാലാക്ഷൻ, ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്ര സമാജത്തിൻ്റെ പ്രസിഡൻ്റാണ്. തുടർച്ചയായി 9 വർഷത്തോളം ഞങ്ങളുടെ പ്രസിഡൻ്റായിട്ട് തന്നെ തുടരുകയാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ചീനിക്കൽ ഭഗവതി ക്ഷേത്രം. ഇവിടെ ഭരണസമിതി, മാതൃസമിതി, യുവസമിതി, ഫിനാൻസ് ബോർഡ്, ഉപദേശ സമിതി, ഇത്തരം കമ്മിറ്റികൾ കൂടി സജീവമായിട്ടുള്ള കൂട്ടായ്മയോടുള്ള പ്രവർത്തനമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയും. എല്ലാവരുടെയും ഒത്തൊരുമയും കൂട്ടായ്മയും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുതന്നെയാണ് ഈ ക്ഷേത്രം ഇത്രയേറെ പെട്ടെന്ന് തന്നെ വളർന്ന് പ്രശസ്തിയിലേക്ക് എത്തിയത്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവതി ദുർഗാദേവിയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഈ കഴിഞ്ഞ അഷ്ടമംഗല പ്രശ്നത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരമായിട്ട് ഇവിടെ ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനും പോകുന്നുണ്ട്. അതിനു മുന്നായിട്ട് ചണ്ഡികാ ഹോമം ഇവിടെ നടത്തണം എന്നാണ് ആ പ്രശ്ന പരിഹാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 30, 31, സെപ്റ്റംബർ 1 എന്ന തീയതികളിൽ ചണ്ഡികാ ഹോമം ഇവിടെ നടത്തപ്പെടുകയാണ്. മൂകാംബികയിലെ ഡോക്ടർ കാളിദാസ് ഭട്ട് അവർകളാണ് അതിൻ്റെ നേതൃത്വം നൽകുന്നത്. ചണ്ഡികാ ഹോമത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ള ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഹോമം തന്നെയാണത്. ഈ പ്രദേശത്തുള്ള ഒരു ക്ഷേത്രങ്ങളിലും നടക്കാത്ത ഒരു ഹോമം തന്നെയാണ് ചണ്ഡികാ ഹോമം. അത്രയേറെ പ്രസക്തിയുള്ള അല്ലെങ്കിൽ ദേവി കടാക്ഷം കിട്ടുന്ന ഒരു ഹോമം തന്നെയാണ് ചണ്ഡികാ ഹോമം. 3 ദേവിമാരെ പൂജിച്ചുകൊണ്ട് നടത്തുന്ന ചണ്ഡികാ ഹോമത്തിൽ സരസ്വതി, മഹാലക്ഷ്മി, ദുർഗ ഈ 3 പേരുടെയും സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ചണ്ഡികാ ഹോമത്തിന് ഭക്തജനങ്ങൾക്ക് അവരുടെ അഭിഷ്ടങ്ങൾ എല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു ഹോമം തന്നെയാണ്. അതിൽ പങ്കെടുത്ത് കൊണ്ട് ഈ ജീവിതം തന്നെ ധന്യമാക്കണമെന്നാണ് ഞാൻ ഈ എല്ലാവരോടായിട്ടും അഭ്യർത്ഥിക്കുന്നത്. ഈ 30, 31 തീയതികളിൽ നടക്കുന്ന ചണ്ഡികാ ഹോമത്തിൽ എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അതിൽ പങ്കാളിയായിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നേടുവാൻ വേണ്ടിയുള്ള ആ ചണ്ഡികാ ഹോമത്തിൽ എല്ലാവരും പങ്കെടുത്ത് അതിൻ്റെ ഭാഗവാക്കാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ദേവീനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാഗചടങ്ങുകളിൽ അതിവിശേഷമായ കുമാരി പൂജ വഴിപാടായി നടത്തുന്നതും 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ യാഗശാലയിൽ നടക്കുന്ന കുമാരി പൂജയിൽ പങ്കെടുപ്പിക്കുന്നതും സർവൈശ്വര്യപ്രദമാണ്. യാഗശാലയിൽ സുവാസിനി പൂജ നടത്തുന്നതും ഭർതൃമതികളായ സ്ത്രീകൾ സുവാസിനി പൂജയിൽ പങ്കെടുക്കുന്നതും കുടുംബത്തിന്റെ സർവക്ഷേമ ഐശ്വര്യത്തിന് ഉത്തമമാണ്. കൂടാതെ യാഗദ്രവ്യമായ 1 പാട്ട നെയ്യും എണ്ണയും ഭക്തർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്.